ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. 3 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഈ യൂണിഫോം എടുത്തിരുന്നത്. എൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എൻ്റെ മുഖത്ത് കാണാനുണ്ട്. ആഹാ, സ്കൂൾ മെമ്മറീസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ്. ഞാൻ 5 ഹെയർ സ്റ്റൈലാണ് അതിനകത്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് മുടി അയച്ചിട്ടപ്പോൾ കുറച്ചും കൂടെ രസമുണ്ട് കാണാൻ. പിന്നെ നമ്മുടെ സ്കൂളിലൊന്നും അങ്ങനെ മുടി അയച്ചിട്ട് പോകാൻ സമ്മതിക്കത്തില്ലല്ലോ. എനിവേസ്, ഇനി എന്തായാലും നമുക്ക് വാചകം അടിച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഹെയർ ഇങ്ങനെ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ ഹെയർ സ്റ്റൈൽസും സൈഡ് പാർട്ടീഷനിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാർട്ടീഷൻ വെച്ചാൽ അത് കണക്ക് എടുക്കാം. പിന്നെ ഞാൻ 2 മുടി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെടയൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് നമുക്കിനി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിനായിട്ട് ആദ്യമായിട്ട് ആ പുറകിലത്തെ സൈഡിൽ നിന്ന് ഒരു മുടി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുമ്പിലത്തെ ആ ഒരു ഭാഗത്തുനിന്ന് കുറച്ച് മുടി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ആ പുറകിലത്തെ മുടിയിലോട്ട് ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് മുടി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ആ പുറകിലത്തെ സൈഡിലെ മുടിയിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനൊക്കെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഓരോ ആ ഒരു മുടിയുടെ ലെയറും എടുത്തെടുത്ത് അറിയുന്നതിലാണ് അതിൻ്റെ ഒരു ഭംഗിയുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാം. എല്ലാ മുടിയും കൂടെ ഒരുമിച്ച് എടുക്കുന്നതല്ലാതെ ഓരോ സ്ട്രാൻഡ് എടുക്കുക. എന്നിട്ട് ആ ട്വിസ്റ്റ് ചെയ്യുക. അപ്പോൾ ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ എടുക്കുന്ന അടുത്ത സ്ട്രാൻഡ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടോളും. അപ്പോൾ ഇതേ കണക്ക് ആ ഒരു സൈഡ് ഫുള്ള് ചെയ്യണം. ഇനി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തരുത്. കുറച്ച് ഭാഗവും കൂടെ നമ്മൾ അതേ കണക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ സ്ലൈഡ് ചെയ്യാൻ നേരത്ത് അവിടെ നല്ല ഫേം ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഇപ്പം നമ്മുടെ മുടി അവിടെ നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പുറകിൽ കൊണ്ടുവന്ന് ക്ലിപ്പ് ചെയ്യാൻ നേരത്ത് നമ്മൾ മുടി കുറച്ച് മാറ്റിയിട്ട് അകത്തോട്ട് ക്ലിപ്പ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് പുഷ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ അത് നല്ലൊരു ഭംഗി ഇരിക്കത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മൾ വലിച്ച് പിടിച്ച് ക്ലിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇനി നമ്മളവിടെ ക്ലിപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ നല്ലോണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം അത് കറക്റ്റായിട്ട് പുഷൊക്കെ ആയിട്ട് ഇരിക്കുകയാണോ. എന്നിട്ട് നമ്മൾ ബാക്കി വീണ്ടും മുടിയെടുത്ത് ഫ്രണ്ടിലിടുക. ഇപ്പോൾ കണ്ടോ, ഞാൻ പുറകിൽ നിന്ന് മുടിയെടുത്ത് ആ ഒരു ക്ലിപ്പിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇടണം. ആ ക്ലിപ്പ് ഇട്ടേക്കുന്നുള്ള കാര്യം നമ്മൾ കാണാൻ പാടില്ല. ഓക്കെ, എന്നിട്ട് വേണം നമ്മളിനി പിന്നാനായിട്ടും. സോ ഇനി നമ്മൾ പിന്നാൻ നേരത്ത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മുകളിലത്തെ ഭാഗം കണ്ടോ, ആ ഭാഗമാണ് ഞാൻ ആദ്യം അകത്തോട്ട് വെച്ച് പിന്നുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ലൂസായിട്ട് ഇരിക്കത്തില്ല. നമുക്കൊരു ഒരു കറക്റ്റ് രീതിയിലിരിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗം ആദ്യം എടുത്ത് പിന്നാൻ നോക്കാം. എന്നിട്ട് നമ്മൾ ബണ്ണിടാൻ നേരത്തും കുറച്ച് ഇതേപോലെ കയറ്റി ബണ്ണിടാം. അപ്പോൾ താഴെ കുറേ മുടി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന പോലെ തോന്നുമ്പം അതും ഒരു പ്രത്യേക ഭംഗിയാണ്. അതിനുശേഷം മുടി നമ്മൾ ഇതേപോലെ ഒന്ന് വിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് തിക്നെസ് ഉള്ള പോലെ തോന്നിക്കും. അപ്പം അതും ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഇതേപോലെ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ താഴെ നിന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ഹെയർ സ്റ്റൈലിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ. കുറച്ചുകൂടി ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. എങ്ങനെ ചെയ്ത് നമുക്ക് നോക്കാം. ഈ ഹെയർ സ്റ്റൈൽ കുറച്ചും കൂടെ സിമ്പിളായൊരു ഹെയർ സ്റ്റൈലാണ്. നിങ്ങൾക്കിത് അല്ലാതെ പിന്നെ കിട്ടുമ്പോൾ അല്ലാതെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈലാണ്. നമ്മൾ ഇതേപോലെ കുറച്ച് മുടി മാത്രം മുകളിൽ നിന്ന് എടുക്കുക. എന്നിട്ട് നമ്മളൊരു ക്ലിപ്പ് വെച്ച് അവിടെ സെക്യൂർ ചെയ്യാം. അതിനുശേഷം നമ്മൾ കണ്ടോ, മുടി പായിച്ചിടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ആ ഒരു ഹെയർ സ്റ്റൈലിൽ. എന്നിട്ട് നമ്മൾ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിൽ നിന്ന് മുടി എടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നി തുടങ്ങാം. ഈ ഒരു ഒറ്റ ക്ലിപ്പ് മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് വെക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ പിന്നിക്കിട്ട് എന്നിട്ട് ബണ്ണിടുക. ആ മുടി നമ്മൾ ഇങ്ങനെ വിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. എങ്കിൽ മാത്രമേ നമ്മുടെ മുടിക്ക് ആ ഒരു ഉള്ളുള്ള പോലെ തോന്നിക്കത്തുള്ളൂ. നമുക്ക് ഇതിനൊക്കെ അപ്പുറത്തെ സൈഡിലും ചെയ്യാം. അപ്പുറത്തെ സൈഡിലും സെയിം തന്നെയാണ്. നമ്മൾ മൊത്തം മുടി എടുക്കരുത്, കുറച്ച് മുടി മാത്രം മുകളിൽ നിന്ന് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക. ഇതേപോലെ ക്ലിപ്പിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു സൈഡും കൂടെ പിന്നീട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. ഇനി നമ്മുടെ തേർഡ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈലിട്ട് കുറച്ച് സിമിലാരിറ്റി ഉള്ളതാണ്, എന്നാൽ കുറച്ചുകൂടെ സിമ്പിളുമാണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. അപ്പം ഈ ഹെയർ സ്റ്റൈലിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം എടുത്ത പോലെ തന്നെ നടുക്കുന്ന കുറച്ച് മുടി എടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്നുള്ള മുടി ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒരുമിച്ചായിരിക്കണം. അതായത് നമ്മൾ റാൻഡമായിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് മാത്രമേ വരാവുള്ളൂ. പ്രത്യേകം മുടിയുടെ സ്ട്രാൻഡ് നേരത്തെ കണ്ട പോലെ എടുത്തെടുത്ത് അറിയാൻ പാടില്ല. എന്നിട്ടെല്ലാം നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ബാക്കിലോട്ട് ചെയ്യുന്ന ഹെയർ സ്റ്റൈലെല്ലാം ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ മുഖത്തിന് ആ ഒരു എടുപ്പ് കാണത്തുള്ളൂ. അല്ലാതെ വലിച്ച് കെട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് എടുപ്പായിട്ടിരിക്കും. പിന്നെ നമ്മൾ ക്ലിപ്പ് ചെയ്തതിനു ശേഷം ഒന്നുകൂടെ നോക്കുക കേട്ടോ, അത് കറക്റ്റായിട്ടാണോ ലെവലായിട്ടാണോ ഇരിക്കുന്നത്. നല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്യാം. ഇതേപോലെ തന്നെ സൈഡിൽ നിന്ന് മുടി എടുക്കുക. അതിലോട്ട് ഇങ്ങനെ ബാക്കി മുടികൾ ഇങ്ങനെ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ട്വിസ്റ്റ് ചെയ്യുന്നതിൽ മാത്രമാണ് കാര്യം, അല്ലാതെ ഫ്രണ്ടിൽ നിന്ന് മുടി എടുക്കുന്നതിലൊന്നും കാര്യമില്ല. നമ്മൾ അതേപോലെ പുറകിൽ കൊണ്ടുവരിക, എന്നിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതൊന്ന് പിന്നിട്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നേരത്തെ ചെയ്ത പോലെ അല്ലാതെ ഒരു ലെയേഴ്സ് ആയിട്ട് എടുത്ത് അറിയാതിരിക്കുന്നതാണ് ഈ ഒരു ലുക്കിലെ ഭംഗി എന്ന് പറയുന്നത്. നമുക്കിനി ഇത് മുടി പുറകിലോട്ട് ഇടാം, ഒരു മുടി മാത്രം ഫ്രണ്ടിലോട്ട് ഇടാം. അപ്പോൾ ഞാനിങ്ങനെ പല ലുക്ക് നോക്കിയായിരുന്നു എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർത്ത് ഹെയർ സ്റ്റൈൽ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. എങ്ങനെ ചെയ്ത് നമുക്ക് നോക്കാം.
ഈ ഹെയർ സ്റ്റൈൽ നമ്മൾ ഉള്ളതിൽ വെച്ചിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, അറിയാത്തവർ കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ 3 സെക്ഷൻ ഓഫ് ഹെയർ എടുക്കണം. 2 സെക്ഷൻ നമ്മൾ ഈ നടുക്കുന്നെടുക്കും. 3ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് എടുത്തെടുത്ത് ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി, ഇത് എളുപ്പമായിരിക്കും. നമ്മൾ 3ാമത്തെ സെക്ഷൻ ഫ്രണ്ടിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ സാധാരണ പിന്നുന്ന പോലെ തന്നെ അത് നമ്മൾ നടുക്കത്ത് സൈഡിലോട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ നടുക്കുള്ളത് ലെഫ്റ്റ് സൈഡിലോട്ടാക്കുക, മറ്റേ റൈറ്റ് സൈഡിലുള്ളത് വീണ്ടും നടുക്കത്തോട്ടാക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പിന്നിയിട്ട് വീണ്ടും ഈ ഫ്രണ്ട് സൈഡിലോട്ട് ആക്കാനായിട്ടൊരു പോർഷൻ വരുമല്ലോ, ആ ഒരു സെക്ഷൻ ഓഫ് ഹെയർ വരുമല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു മുടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ ഒരു സെക്ഷൻ ഓഫ് ഹെയറിലോട്ട് നമ്മൾ ആ ഫ്രണ്ടിൽ നിന്നുള്ള മുടി അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അല്ലാതെ വേറെ ഒരു അഡീഷണൽ ആയിട്ട് സംഭവമില്ല. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ 3 സെക്ഷൻ ഓഫ് ഹെയർ മാത്രമേ ഉള്ളൂ. ഒരു സെക്ഷനിലോട്ട് നമ്മൾ ആ ഫ്രണ്ടിലത്തെ മുടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ചിരുന്ന് കണ്ട് പതുക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് ആ കൈ വഴങ്ങി വന്നോളും. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ കുറച്ചൊന്ന് സ്ലോ മോഷനിലിട്ട് ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ ഒരുപാട് പുഷ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ മതി. കാരണം നമ്മൾ പിന്നെ ഇട്ടിരിക്കുന്നത് കൊണ്ട് പുഷ് ചെയ്ത് വെച്ച് ചിലപ്പോൾ അത്ര ഭംഗി വരത്തില്ല. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മുടി നല്ല അടിപൊളിയായിട്ട് ലെയറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അപ്പുറത്തെ സൈഡും കൂടി ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇതേപോലെ 2 സെക്ഷൻ ഓഫ് ഹെയർ എടുക്കുക. എന്നിട്ട് 3ാമത്തെ സെക്ഷൻ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് അത് അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ പിന്നെ നേരത്തെ വീണ്ടും ഇപ്പുറത്ത് നമ്മൾ എടുക്കാനായിട്ടൊരു മുടിയുടെ സെക്ഷൻ വരും. ആ സെക്ഷനിലോട്ട് ഫ്രണ്ടിൽ നിന്നുള്ള മുടി ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. നിങ്ങൾ ചെയ്ത് പ്രാക്ടീസായി വരേണ്ട സംഭവമാണ്. ആദ്യം ചെയ്യുമ്പോഴത്തേക്കും മിക്കവർക്ക് റെഡി ആവാത്ത ഒരു ഹെയർ സ്റ്റൈലാണിത്. പിന്നെ പതുക്കെ ചെയ്ത് വരുമ്പോഴേ ഇത് റെഡി ആവത്തോളും. അങ്ങനെ നമ്മൾ ആ ഒരു സൈഡും ഫുള്ളായിട്ടൊന്ന് ഓക്കെ, പിന്നീട് നമ്മൾ അവിടെ കൊണ്ടുവന്ന് നിർത്തരുത്. വീണ്ടും ആ 3 സ്ട്രാൻഡ്സ് മാത്രമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പിന്നുക. എങ്കിൽ മാത്രമേ നമുക്ക് അവസാനം ക്ലിപ്പ് ചെയ്യുന്നിടത്ത് നല്ലോണം ഇരിക്കത്തുള്ളൂ. ഈ പിന്നൽ അഴിഞ്ഞു പോകാതെ ഇരിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ ആ ഒരു ചെവിയുടെ അവിടെ കൊണ്ടുവന്ന് നിർത്തരുത്, കുറച്ചും കൂടെ പിന്നണം. എന്നിട്ട് നമ്മളവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഈ ഒരു ഹെയർ സ്റ്റൈലിൽ സൈഡ് വൈസ് കാണാനാണ് കേട്ടോ കുറച്ചും കൂടെ ഭംഗി. നല്ല രീതിയിൽ ഒരു ബ്രൈഡ് അറിയാൻ പറ്റും. ഇനി നമ്മൾ പിന്നെയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് എന്ന് പറയുക. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ നിങ്ങളെ കൊണ്ട് പറ്റും. ഇനി നിങ്ങൾ സ്കൂളിൽ പിന്നീടണോ നിർബന്ധമില്ലെന്നുണ്ടെങ്കിലും ഇതേപോലെ ബണ്ണിട്ട് കഴിഞ്ഞാൽ നല്ല രസത്തിൽ ഇരിക്കുന്ന ഒരു അടിപൊളി ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇത് പിന്നെ ഇടുമ്പോഴാണോ ഇങ്ങനെ ഇടുമ്പോഴാണോ രസം നിങ്ങൾ നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ 5th ഹെയർ സ്റ്റൈൽ. ഇത് നമ്മൾ സാധാ ബ്രൈഡ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഹെയർ സ്റ്റൈലിന് നമ്മൾ അരിപ്പിന്നലിനാണ് കേട്ടോ പറയുന്നത്. അപ്പം ഈ ഒരു ഹെയർ സ്റ്റൈൽ നമ്മൾ ഓപ്പൺ ഹെയറിലല്ലാതെ ചെയ്യുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നേരത്തെ എടുത്ത പോലെ സ്ട്രാൻഡിലോട്ട് മുടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല. ആ ഒരു നമ്മൾ ചെവിയുടെ ആ ഭാഗത്ത് നിന്ന് മാത്രം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഒരു ബാങ്ക്സ് പോലെ ഇങ്ങനെ കുറച്ച് മുടി എടുത്ത് ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പിന്നാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ മുടി കണ്ടോ 2 സൈഡായിട്ട് 2 സെക്ഷനായിട്ട് നമ്മളിങ്ങനെ തിരിച്ചിടുക. എന്നിട്ട് ആ ഒരു സെക്ഷൻ്റെ സൈഡിൽ നിന്ന് ചെറിയ ഒരു സെക്ഷൻ ഓഫ് മുടി എടുക്കുക. എന്നിട്ട് അത് മറ്റേ മുടിയുടെ സെക്ഷനിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ ആ സെക്ഷൻ ഓഫ് ഹെയർസിൽ നിന്ന് ഒരു സെക്ഷൻ ഇങ്ങനെ ചെറിയൊരു സെക്ഷൻ അവിടെ നിന്ന് എടുക്കുക. എന്നിട്ട് അത് മറ്റേ മുടിയുടെ സെക്ഷനിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു 2ൻ്റെയും അപ്പുറത്തെയും ഇപ്പുറത്തെയും ബോർഡേഴ്സിൽ നിന്നും കുറച്ച് മുടി എടുക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് സെക്ഷൻസിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പം ഇത് നമ്മൾ എത്രത്തോളം ചെറിയ മുടി എടുക്കുന്നു അത്രത്തോളം ചെറിയ മുടി വെച്ചാൽ എത്രത്തോളം ചെറിയ സെക്ഷൻ ഓഫ് മുടി എടുക്കുന്നു അത്രത്തോളം നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. അതേപോലെ തന്നെ നല്ല ചുരുണ്ട മുടി ഉള്ളവർക്കും നല്ല സ്ട്രെയിറ്റ് മുടി ഉള്ളവർക്കും ഒക്കെ ഇത് നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. പിന്നെ എല്ലാ മുടിയിലും ഇത് മാച്ച് ആവുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ കണ്ടോ ഓരോ മുടി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് മറ്റേ സെക്ഷനിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇവഞ്ച്വലി ഒരു പിന്നൽ പോലെ ആയി വന്നോളും. എന്നാൽ നമ്മൾ സാധാ ചെയ്യുന്ന പിന്നലിനേക്കാളും നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. കുറച്ചൊരു ടൈം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നെ വരുമ്പോൾ അത് ശരിയായിക്കോളും. നല്ലൊരു തിക്നെസ്സും തോന്നിക്കും. അങ്ങനെ ഒരു അടിപൊളി ഹെയർ സ്റ്റൈലാണ്. ഞാനിവിടെ ബണ്ണ് ചെയ്തിടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല തിക്നെസ് ഉള്ള പോലെ തോന്നിക്കും. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡും കൂടെ ചെയ്ത് കാണിക്കുന്നില്ല, കാരണം നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോൾ. അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഏത് ഹെയർ സ്റ്റൈലാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാനിങ്ങനെ പിന്നെയും കുറേ സ്റ്റൈൽസൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അഴിച്ചിട്ടിട്ട് മുടി നമ്മളിവിടെ ഒരു സൈഡിൽ കൊണ്ടുവന്ന് ബണ്ണിട്ട് എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ചാച്ചാ.